ഒന്ന് ഇജ്മാ, രണ്ടാമത് ഒന്ന് വരുന്നത് ഖിയാസ്. ഖിയാസ്, ഖാസയെ ഖീസു എന്ന വാക്കിൽ നിന്നാണ് ഖിയാസ് എന്ന പദമുണ്ടാകുന്നത്. ഖാസ എന്ന വാക്കിന് അളന്നു എന്നാണ് നേരർത്ഥം. ഖാസ അളക്കുക, തുലനം ചെയ്യുക എന്നൊക്കെയാണ് അതിന് നേരെ അർത്ഥം. ഖിയാസ് എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക, താരതമ്യം ചെയ്യുക, ഒന്നിനെ മറ്റൊന്നിനോട് മുട്ടിച്ച് അതിനെ അളക്കുക. അതാണ് ശരിക്കും ഖിയാസിൽ സംഭവിക്കുന്നത്. അതായത് ഒരു പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെടാത്ത ഒന്നിന് പഠിപ്പിക്കപ്പെട്ട ഒന്നിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ആ വിധി ഇതിനും ബാധകമാക്കുക എന്നാണ്. ഖുർആനിലോ ഹദീസിലോ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യം, പഠിപ്പിക്കപ്പെടാത്ത മറ്റൊരു കാര്യം, രണ്ടിൻ്റെയും യുക്തി ഒന്നാണ് എങ്കിൽ ആ പഠിപ്പിക്കപ്പെടാത്ത നമുക്ക് ഹുക്മ് വേണം. അത് ഖുർആനിലോ ഹദീസിലോ ഇല്ല. പിന്നെ നബിയുടെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം ഇന്നുണ്ടായി വന്നു, അത് പാടുണ്ടോ ഇല്ലേ, ഹറാമാണോ അല്ലേ, കർമ്മശാസ്ത്രത്തിൽ പറയേണ്ടി വരും. ഇബാദത്തിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അന്നില്ലാത്ത ഇബാദത്ത് സ്വീകാര്യമല്ല. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഇബാദത്തിന് അസ്ലൊക്കെ തൗഖീഫിയാണ്, മുആമലത്തിന് അസ്ലൊക്കെ ജായിസാണ്. അതുകൊണ്ട് തന്നെ മുആമലാത്ത് ഇടപാടുകളിൽ പുതിയ 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 കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പാടുണ്ടോ, ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആളുകൾ ചോദിക്കും. അപ്പോൾ അത് പറയണമെങ്കിൽ ആ കാര്യം ഹദീസിലുണ്ടോ അത് ആയത്തിലുണ്ടോ വെച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് എങ്ങനെ ഹുക്മ് പറയും? അതാണ് പുതുതായി ഉണ്ടായി വരുന്ന പിൽക്കാലത്ത് വരുന്ന കാര്യങ്ങളെ പണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളോട് താരതമ്യം ചെയ്യുക. എന്നിട്ട് അത് അന്ന് ഹറാമാണ്, കാരണം ഇതായിരുന്നു, അതേ കാരണം ഇതിലുണ്ട്, അതുകൊണ്ട് ഇതും ഹറാം. അതാണ് ഖിയാസ്. പഠിപ്പിക്കപ്പെട്ട കാര്യത്തിനോട് പഠിപ്പിക്കപ്പെടാത്ത കാര്യത്തിനെ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ വിധി ഇതിന് ബാധകമാക്കുന്നു. നമ്മളല്ല ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്യേണ്ടത് ആരാ? മുജ്തഹിദീങ്ങളാണ്. നമുക്ക് ആ പണിയില്ല. നമ്മളാരും അങ്ങനെ നോക്കിയിട്ട് വിധി പറയാൻ പാടില്ല. എന്ത് ഹറാമത്തെ ഹലാൽ എന്ന് പറയാൻ നമുക്കാർക്കും അവകാശമില്ല. ഗവേഷകന്മാരായ പണ്ഡിതന്മാരാണ് പറയേണ്ടത്. കാരണം ആ കാര്യം ഹറാമായത് അതുകൊണ്ട് തന്നെയാണോ അല്ലേ നമുക്കറിയില്ലല്ലോ. അന്നത്തെ കാലത്ത് കാര്യം ഹറാമാക്കി, അത് ഹറാമാവാൻ കാരണം ഇതാണോ? ചിലപ്പോൾ സംഗതി ഹറാമാകാൻ പല കാരണങ്ങളുണ്ടാവും. അതെല്ലാം കൂടി ഒക്കുമ്പോഴേ ഹറാം ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒന്നൊത്താൽ മാത്രം ഹറാമാകണം എന്നില്ല. പല കാര്യങ്ങൾ ഒക്കുമ്പോഴാണ് അതിന് വിധി ഉണ്ടാവുക. അപ്പം ആ വിധി അന്ന് എന്തുകൊണ്ട് വന്നു, അതിൻ്റെ രഹസ്യം എന്താണ് എന്നറിയണം. അതേ കാര്യം ഇതിലുണ്ട് എന്ന് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ അവിടെ വിധി പറയാൻ പറ്റുകയുള്ളൂ. അതിനാണ് ഖിയാസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞുതരാം. അപ്പം അവിടെ പ്രധാനമായും 4 കാര്യമാണ് ഖിയാസിൽ വരിക. 4 കാര്യം. ഒന്ന്, അന്നുള്ള വിധി, അക്കാലത്തുള്ള ഖുർആൻ ഹദീസ് പഠിപ്പിക്കപ്പെട്ട കാര്യം, അതിന് അസ്ല് എന്ന് പറയും. അസ്ല്. അപ്പം അയിമക്കാണിത് ഖിയാസാക്കുക. അപ്പോൾ ആദ്യം അസ്ല് എടുക്കണം. എന്നിട്ട് ആ അസ്ല് ഹുക്കം എന്താ മനസ്സിലാക്കണം. ആ ഹുക്കം വരാനുള്ള കാരണം എന്താ മനസ്സിലാക്കണം. ആ കാരണം തന്നെയാണ് എന്ന് ബോധ്യം വേണം. ഒന്നിലേറെ കാരണമുണ്ടെങ്കിൽ ആ കാരണങ്ങൾ ഞാൻ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ നോക്കണം. അതൊക്കെ വെച്ചുകൊണ്ടാണ് അസ്ലിനെ പഠനവിധി. അപ്പോൾ അസ്ലിന് കുറേ ഷർത്തുണ്ട്. ഒന്ന് അസ്ല്. 2 അയിമക്ക് ഖിയാസാക്കി കൊണ്ടുപോകണ പുതിയ കാര്യം. അതിനെന്താ പറയുക? അസ്ലിൻ്റെ ഓപ്പോസിറ്റ്. അസ്ലിൻ്റെ ഓപ്പോസിറ്റ് ഉപയോഗിക്കാതാ അല്ല, അസ്ലിൻ്റെ ഓപ്പോസിറ്റ് അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ. ഫർഉ, അസ്ല് ഫർഉ. അസ്ലിന് അടിസ്ഥാനം, അസ്ലിന്മേലാണ് മറ്റുണ്ടാവുക. ഫർഉ നിൽക്കൽ അസ്ലിന്മേലാണ് ഫർഉ സ്ഥാപിക്കപ്പെടുക. അതാണ് അസ്ലും ഫർഉം നമ്മുടെ വ്യത്യാസം. അടിസ്ഥാനം, അസ്ല് അടിസ്ഥാനം, ഫർഉ അനുബന്ധം. ഈ അസ്ലിന്മേലാണ് ഫർഉ ഉണ്ടാവുക. അസ്ല് എന്ന് പറഞ്ഞാൽ അതിന്മേൽ മറ്റുള്ളവ നിർമ്മിക്കപ്പെടുന്നതാണ്. ഫർഉ മറ്റൊന്നിന്മേൽ നിർമ്മിക്കപ്പെടുന്നതാണ് ഫർഉ. അസ്ല് മാ യുബ്ന അലൈഹി ഗൈറുഹു എന്നറിയാം. മാ യുബ്ന അലൈഹി ഗൈറുഹു, അതിന്മേൽ മറ്റൊന്ന് ഇപ്പം ഇത് അസ്ലാണ്, ഈ കാര്യം അസ്ലാണ്, ഈ കാല്. കാരണം എന്താ? ഇതിന്മേലാണ് ഇത് നിൽക്കുന്നത്. ഈ അസ്ലില്ലെങ്കിൽ ഫർഉ നിൽക്കില്ല, പൊളിഞ്ഞാടും. അപ്പോൾ അസ്ല് അതിന്മേൽ മറ്റുള്ളത് സ്ഥാപിക്കും. ഫർഉ മറ്റൊന്നിന്മേൽ സ്ഥാപിക്കപ്പെടും. മറ്റൊന്നിന്മേൽ സ്ഥാപിക്കപ്പെടുക. ഒരു മരത്തിൻ്റെ അസ്ല് ഏതാ? അതിൻ്റെ വേര്. ഫർഉ അതിൻ്റെ ശാഖകൾ. അതാണ് അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ. മാതാപിതാക്കളും മക്കളും അസ്ല് ഫർആണ്. മാതാവും പിതാവും അസ്ല്, മക്കള് ഫർഉ.
ഫിഖഹിൽ ഏറ്റവും അധികം ഒരു ഏരിയയാണ് ഈ അനന്തരാവകാശ നിയമമൊക്കെ വരുന്ന ആ ബാബക്ക് എത്തുമ്പോൾ അസ്ല് ഫർഇ, മറുപടി ബന്ധം പറയുമ്പോൾ അസ്ല് ഫർഇ എന്ന് പറയും. അപ്പോൾ അസ്ലാണ് മാതാപിതാക്കൾ, ഫർ ആണ് മക്കളെ പേരെ കുട്ടികൾ അങ്ങാടിക്ക് പോകണമൊക്കെ ഫർഇ, വാപ്പ വല്ലിപ്പ വല്ലിപ്പാനെ വാപ്പ പോകണമൊക്കെ അസ്ല്. അപ്പം നമ്മൾ ഈ സ്വത്ത് ഒരുക്കുന്ന വിഷയം വരുമ്പോൾ അവിടെയൊക്കെ പറയും അത് അസ്ലിനുള്ളതാണ് അല്ലെങ്കിൽ ഫർഇനുള്ളതാണ്. അവിടെ ഫർഇ പറഞ്ഞാൽ മക്കളാണ്. ഇനി മക്കളില്ല അപ്പോൾ മക്കളെ മക്കൾ, ഓലില്ല ഓല മക്കൾ, അതങ്ങനെ പോവും. അല്ലെ വാപ്പ വാപ്പല്ലേ വാപ്പാൻ്റെ വാപ്പ, അല്ലെ വാപ്പാൻ്റെ വാപ്പ, അതാണ് അസ്ലി. ഹവാഷി അതിൽ സൈഡിലേക്ക് പോണത് ജ്യേഷ്ഠന്മാർ അഞ്ചന്മാർ പെങ്ങന്മാരൊക്കെയാണ് ഹവാഷി എന്ന് പറഞ്ഞത്. അസ്ലി ഫർഇ ഹവാഷി, ഒരു മനുഷ്യനെ മാനൽക്കാട് ബന്ധങ്ങൾ ഉണ്ടാവുക. പിന്നെ ഉണ്ടായാലും കെട്ടുബന്ധങ്ങളാണ്, അതിലേക്ക് വരില്ല. ഒരു മനുഷ്യൻ രക്തബന്ധം എന്നുള്ളത് ഈ രണ്ട് വഴിക്കേ പോവുള്ളൂ. ഒന്ന് മേപ്പെട്ട് ഓൻ്റെ അസ്ലി, രണ്ട് കീപ്പെട്ട് ഓൻ്റെ ഫർഇ, പിന്നെ സൈഡുകൾ ഹവാഷി, അതാണ് സഹോദരി സഹോദരന്മാർ. മറുപടി ബന്ധം അവിടേക്കാണ് പോവുക. അസ്ലി ഫർഇ ഹവാഷിക്കാണ് മറുപടി ബന്ധങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്ന പോലെ ഇവിടെ ഫർഇ. അപ്പോൾ ഇവിടുത്തെ ഫർഇ ഏതായിരിക്കും? പുതുതായി ഉണ്ടായി വന്ന വിഷയം, അതാണ് ഫർഇ. അസ്ല് നേരത്തെ പഠിപ്പിക്കപ്പെട്ട വിഷയം. അപ്പോൾ ഫർഇനെ അസ്ലിലേക്ക് ഖിയാസാക്കും, ഫർഇനെ അസ്ലിലേക്ക് ഖിയാസാക്കും. അപ്പോൾ ഫർഇന് വേണമെങ്കിൽ മഖീസ് എന്നും പറയും. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും, നമ്മൾ കിതാബൊക്കെ തീരുമ്പോൾ ഇതൊക്കെ ആവശ്യം വരും. ആ നിൽക്കുന്നത് പഠിക്കണം. അതിൻ്റെ അതൊക്കെ പറയണത് ഞങ്ങൾ കിതാബ് കയറുമ്പോൾ പിന്നൊക്കെ മക്കീസ് അലിഹൊക്കെ പറഞ്ഞു പോകുമ്പോൾ എന്താ പോയി സാധനം അന്ന് വെക്കാൻ പറ്റില്ല, ഞാൻ അന്ന് പറയില്ല, അപ്പം നമ്മൾ ചോദിക്കുള്ളൂ അന്ന് പറഞ്ഞല്ലോ എന്ന്. അപ്പം മക്കീസാണ് ഫർഇ. അസ്ലോ ഫർഇനാണ് മക്കീസ്. അസ്ല് മക്കീസുൻ അലൈഹി, മക്കീസുൻ അലൈഹി, അതിന്മേൽ ഖിയാസാക്കപ്പെടുന്നത്. മക്കീസ് ഖിയാസാക്കപ്പെടുന്നത്, മക്കീസുൻ അലൈഹി അതിന്മേൽ ഖിയാസാക്കപ്പെടുന്നത്. അപ്പം മക്കീസ് അലൈഹി, മക്കീസ് ഏതാ? ഫർഇ. മക്കീസുൻ അലൈഹി അസ്ല്. മനസ്സിലായുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ സംശയം ചോദിക്കാം. ഫർആണ് മക്കീസ്, അസ്ലാണ് മക്കീസുൻ അലൈഹി. അസ്ല് പറഞ്ഞാൽ ഏതായിരിക്കും? പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യം. ഫർഇ പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത കാര്യം. ഇനി ഏത് വിഷയത്തിലാണ് ഖിയാസാക്കുന്നത്? ഏത് കാര്യത്തിലാണ് ഖിയാസാക്കണം? നമുക്ക് എന്താ കിട്ടേണ്ടത്? കിട്ടേണ്ടത് എന്താണ്? കിട്ടേണ്ടത് ഇതിൻ്റെ ഹുക്മ്. ഏതിൻ്റെ? ഫർഇൻ്റെ ഹുക്മ്. അത് ഏത് ഹുക്മാണ് കൊടുക്കുന്നത്? അസ്ലിൻ്റെ ഹുക്മ്. ഉദാഹരണം, മദ്യപാനം ഹറാം, മദ്യപാനം ഹറാം. മദ്യമല്ലാത്ത ഒരു പുതിയ ഉൽപ്പന്നം എന്ന് വിചാരിക്കുക, ഒരു മിഠായി, അത് തിന്നാൽ ലഹരി ഉണ്ടാകുന്നു. അപ്പം ഇത് പാടില്ല, ഹദീസുണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ അത് പാടില്ല എന്ന് പറയും വേണം, ഇത് ഹറാമാണ്. അപ്പം മദ്യം എന്തുകൊണ്ട് ഹറാമായി? ലഹരി ഉണ്ടാകുന്നു എന്നതുകൊണ്ട്. എങ്കിൽ ഇത് കഴിച്ചാലും ലഹരി ഉണ്ടാകുന്നുണ്ട്. അപ്പം ലഹരി ഉണ്ടാകുന്നു എന്ന കാരണത്താലാണ് മദ്യം ഹറാമായത്. അതേ കാരണം ഇതിലുണ്ട്, അതിനാൽ ഇതും ഹറാമാകുന്നു. അതാണ് ഖിയാസ്. അപ്പോൾ അസ്ല് ഏതാ? മദ്യം. ഫർഇ ഇപ്പം ഉണ്ടായി പുതിയ വന്ന ഉൽപ്പന്നം. ഹുക്മ് ഏതാ? ഹറാം. അപ്പോൾ അസ്ലും ഫർഇലും ഒരേ ഹുക്മായിരിക്കും അല്ലേ? അസ്ലും ഫർഇലും ഒരേ ഹുക്മ്. കാരണം അസ്ലിൻ്റെ ഹുക്മിനെ ഫർഇ കൊടുക്കുകയാണല്ലോ. അതാണ് മൂന്നാമത്തെ കാര്യം. അസ്ല് ഫർഇ, മൂന്നാമത്തെ ഹുക്മ്, വിധി. അപ്പം നമുക്ക് ഫർഇലാണ് വിധി കിട്ടേണ്ടത്, അസ്ലിനിവിടെ വിധി ഉണ്ട്. അപ്പം ഈ ഫർഇനെ ഈ അസ്ല് നമ്മൾ ഖിയാസാക്കും. എന്നിട്ട് പറയും ഇതിൻ്റെ ഹുക്മ് ഇതാണ്, അതുകൊണ്ട് അതേ ഹുക്മ് ഇതിനും വേണം. എന്തുകൊണ്ട് ഹുക്മ് വേണം? ഇവിടെ ഹുക്മ് വരാൻ എന്താണോ കാരണം, അതേ കാരണം ഇതിലുണ്ട്. അസ്ലിൽ ഈ ഹുക്മ് വരാനുള്ള കാരണം എന്താണോ, അതേ കാരണം ഫർഇലുമുണ്ട്. അതുകൊണ്ട് അതേ ഹുക്മ് ഫർഇനും ഉണ്ടാകണം. ആ കാരണം അതാണ് നാലാമത്തത്, ഇല്ലത്ത് എന്ന് പറയും. ഇല്ലത്ത്, ഹുക്മ് വരാനുള്ള കാരണം. അസ്ലിന് ഹുക്മ് കിട്ടാനുള്ള ഇല്ലത്ത്, അതേ ഇല്ലത്ത് ഫർഇലുമുണ്ട് എന്നാണ് വാദിക്കുന്നത്. അതുകൊണ്ട് ആ വിധി ഇതിനും ബാധകമാണ്.